ലേലുവല്ലു ലേലുവല്ലു അവസാനം ഗണേഷ് കുമാറിന് ഭാര്യയോട് ലേലുവല്ലു പറയേണ്ടി വന്നു അല്ലേ, ക്ഷമാപണം പറയേണ്ടി വന്നു. ഇന്നലെ അങ്ങനൊന്നും അല്ല പറഞ്ഞിരുന്നത്, എനിക്ക് 5000 പേരോട് പ്രണയമുണ്ട്, മറ്റേതാണ് മറിച്ചതാണ്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ആരും ഇടപെടാന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം ബാധിച്ച ആള് ഇന്ന് പക്ഷേ ക്ഷമാപണം പറഞ്ഞ്, അതായത് മന്ത്രിസ്ഥാനം പോകും എന്നുള്ളൊരു ഘട്ടം വന്നപ്പം ഒരു ഉളുപ്പുമില്ലാതെ പോയി ക്ഷമ ചോദിക്കേണ്ട അവസ്ഥ വന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു, ഇപ്പം രാജിവെക്കും, ഇപ്പം രാജി ആവശ്യപ്പെടും, ഇപ്പം രാജിവെക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേങ്കിൽ ഇനി ഇവർ രാജിയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2013 മറ്റോ ഇതേ കാരണങ്ങൾ കൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത്. അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ലൈഫിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല, ഞാൻ അഴിമതിക്കാരനാണോ അല്ല. അപ്പോൾ അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ പത്തനാപുരത്തെ NSSൻ്റെ ഒരു പത്മ കഫയുണ്ട്, അതിൻ്റെ അഴിമതിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയത്തില്ല. എന്തായാലും പിള്ളേച്ചനെ ഇനി എന്തെങ്കിലും വാതുറക്കോ ഇല്ലെന്ന് അറിയില്ല, പിള്ളേച്ചൻ്റെ വായിന്നല്ല വീണ്ടും വേണമല്ലോ നമുക്ക് കേൾക്കാൻ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പുള്ളി പറയുന്ന പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും, പക്ഷേങ്കിൽ ഇപ്പോൾ സിനിമാ നടന്മാരായിക്കോട്ടെ, സെലിബ്രിറ്റീസ് ആരും ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇതുപോലെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരായിക്കോട്ടെ, അവർക്ക് ഈ പബ്ലിക്കിനോട് ഒരു ബാധ്യതയുണ്ട്. അതായത് ഒരു സ്കൂളിൽ ചെന്ന്, ഈ ഗണേഷ് കുമാറിനെ ഇപ്പോൾ ഒരു സ്കൂളിൽ ചെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് അവരെ മുഖ്യ അതിഥിയായി വിളിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരെയൊക്കെയാണല്ലോ, രാഷ്ട്രീയക്കാരെയൊക്കെ ആണല്ലോ നമ്മൾ വിളിക്കുന്നത്. അയാളെ നമ്മളെ കുട്ടികൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എങ്ങനെയാണ് ഇയാളെ ഒരു ഉത്തമ പുരുഷനായിട്ട്, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു മനുഷ്യനെയാണ് നമ്മൾ ക്ഷണിച്ചതെന്ന് നെഞ്ചിൽ കൈവച്ച് ഈ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അതായത് രാഷ്ട്രീയ പ്രവർത്തകരായാലും ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് ആയാലും അവർക്ക് നമ്മൾ ആ കൊച്ചു കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ മുമ്പിൽ അവരെ പ്രസൻറ്റ് ചെയ്യുമ്പം അവർക്ക് ഒരു ക്വാളിറ്റിയും ഒക്കെ വേണ്ടേ? അത് ഏത് പെണ്ണുപിടിയനെയും അല്ലെങ്കിൽ എന്ത് തോന്നിവാസം കാണിക്കുന്നതിനും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അതെല്ലാം കഴുകി മായ്ച്ച് അവനെ ഈ പറഞ്ഞ പോലെ മഹത്വം, അത് പാർട്ടി നോക്കേണ്ട കാര്യമില്ല. ഏത് പാർട്ടിയിലായിക്കോട്ടെ, ഏത് പാർട്ടിക്കാരാണേലും അവരെ പിന്നെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതൊരു പൊതുമുഖമാണ് അല്ലേ, പൊതുജനത്തിൻ്റെ ഒരു മുഖമാണ്. ആ പൊതുജനത്തിൻ്റെ ആ മുഖം എന്ന് പറയുന്നത് എപ്പോഴും ശുദ്ധമായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഒരു സാധാരണക്കാരനെ കുറിച്ചാണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറയാം. പക്ഷേ ഇവരൊരു പൊതുപ്രവർത്തനം തുടങ്ങുമ്പോൾ ഒരു സ്ത്രീക്ക് സ്വന്തം ഭർത്താവ് ഇതുപോലെ അവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് എങ്ങനെ ഗണേഷ് കുമാറിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഇവർ ആണുങ്ങളെ മാത്രം ഡീൽ ചെയ്യുന്നവരല്ല, അവരെല്ലാ രീതിയിലുമുള്ള ആൾക്കാരെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും കാര്യം കൂട്ടിയാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ഗണേഷ് കുമാറിൻ്റെ കാര്യം മാത്രമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം, അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുക തന്നെ വേണം. അതായത് ഒരു തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇത് പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല, പ്രേമമോ പ്രണയമോ അല്ല. ഒരു തരത്തിലും ഗണേഷ് കുമാർ ആ വാചകം തന്നെ മാറ്റണം. കാരണം ഇത് പ്രേമമോ പ്രണയമോ അല്ല, ഇത് അവിഹിതമാണ്, അല്ലാതെ ഇത് വേറെ ഒന്നുമല്ല. എനിക്ക് 5000 പ്രണയമുണ്ട്, എനിക്ക് 10000, ഇനി ശ്രീകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞല്ലോ 10,008 ഭാര്യമാരുണ്ടെന്നൊക്കെ കൂടെ പറയാതിരുന്നത് നന്നായിരുന്നു. എന്നിട്ട് അദ്ദേഹം വന്നിരുന്ന മാധവിക്കുട്ടിയെയും നെഹ്റുവിനെയും ഒക്കെ ഉദ്ധരിക്കുകയാണ്. പെട്ടെന്ന് വായിൽ വന്നതായിരിക്കും, പക്ഷേങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങളൊരു പൊതുമുഖമാണ്. നെഹ്റുവിനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മാധവിക്കുട്ടി ഒന്നും ആ രീതിയിലൊന്നും അല്ല പ്രണയം. താങ്കൾ പറയുന്നത് വളരെ ബുദ്ധിമോശമായ കാര്യങ്ങളാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വിവരമെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതാണ്. സത്യത്തിൽ കൊച്ചിലെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഈ പറഞ്ഞ പോലെ KSRTC അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേങ്കിൽ പൊതുസമൂഹത്തിനോട് അദ്ദേഹത്തിന് പ്രതിബദ്ധതയുണ്ട്, അത് പുലർത്തിയേ തീരുള്ളൂ. ഇപ്പം തന്നെ 2ാമത്തെ ഭാര്യയാണ്, അവരും ഒരേ സ്വരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിനെ ഒരു കാരണവശാലും പ്രണയമെന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് പ്രണയമല്ല, മറ്റെന്തെങ്കിലോ ആണ്. അത് ഒരു തരത്തിലും നമുക്ക് പൊതുജനത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരാൾക്കും നമുക്ക് ഒരു മാതൃകാ പുരുഷനായിട്ട് കാണിക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ്. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഏതൊരു സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാർ കൂടുന്ന ഒരിടത്തും ഇദ്ദേഹത്തെ വിളിച്ചിരുത്തി നമുക്കൊരു പ്രസംഗിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും അർഹതപ്പെട്ട ഒരാളല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ളവർ. കാരണം അവർ എന്തിൻ്റെ പേരിലാണ് നമ്മൾ അവരെ ബഹുമാനിക്കേണ്ടത്? അവരുടെ വ്യക്തിപരമായ ജീവിതം പൊതുജനങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതം നോക്കും എല്ലാവരും. അത് തീർച്ചയായിട്ടും നോക്കും. കാരണം നമുക്ക് ഇടപെടാൻ കൊള്ളാവുന്ന ആളോട് നമ്മൾ എന്തായാലും നോക്കുമല്ലോ. അപ്പം അത് തീർച്ചയായിട്ടും നോക്കും. അത് ഇടപെടണ്ടെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിരിക്കണം, അത് നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വന്നില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ രാജിവെച്ച് വീട്ടിൽ പോയിരിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് മിതത്വവും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ അല്ലേ ഒരു മനുഷ്യന് ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എല്ലാവരെയും ഉദ്ധരിച്ച് തന്നെയാണ് പറഞ്ഞത്, ഒരു പാർട്ടിക്കാരനെ ഉദ്ധരിച്ചല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരുടെയും കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ രാഹുലാണെങ്കിലും ഗണേശനാണെങ്കിലും മുകേഷനാണെങ്കിലും ശശീന്ദ്രനാണെങ്കിലും VK ശശിയാണെങ്കിലും എന്താണെങ്കിലും എൻ്റെ അഭിപ്രായം
ഇത് തന്നെയാണ്. അതായത് പൊതുമുഖമായി വരുമ്പോൾ ആ പൊതുമുഖം ക്ലീൻ ആയിരിക്കണം, ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്നെ ചീത്ത വിളിക്കാൻ വരണ്ട, ഞാൻ ഇതിനകത്തൊന്നും പെടുന്ന ആളല്ല. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിരുന്ന് എൻ്റെ വീട്ടിലിരുന്നാണെന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ആരുടെയും തിന്നെ വന്നിരുന്നല്ല പറയുന്നത്. അത് ഞാൻ പറയുക തന്നെ ചെയ്യും.